ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ? സങ്കടപ്പെട്ടല്ലേ ഇരുന്നേ? ചിരിച്ചില്ല, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം, ചിരിച്ച് പ്രസന്നമായിട്ടിരിക്കണം. എന്തിനാണ് ചേച്ചിയുടെ പ്രശ്നം? എന്താണ് നിന്റെ പ്രശ്നം? അല്ല ചേച്ചി, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ട ബർത്ത്ഡേ ജിക്കിളി ജിക്കിളി കേസിനൊക്കെ ചുമ്മാ വിഷമിച്ച് കളയേണ്ടതാണ്. മോന്റെ പിറന്നാൾ ഈ വീട്ടിൽ കുറെ ആഘോഷമല്ലേ? എന്റെ പിറന്നാൾ ഒരു തവണ പോലും ആഘോഷിച്ചിട്ടില്ല. അതിന്റെ വിഷമേ നിനക്ക് പറഞ്ഞാലും മനസ്സിലാവൂല. ചേച്ചി എന്നതാടാ നിനക്ക് ദേഷ്യപ്പെടാൻ പോലുണ്ടോ? നിനക്കിപ്പോ കൊടൈക്കനാല് പോകാൻ പൈസ വേണം. അല്ല, അതാണ് മെയിൻ ഒരു ഒബ്ജക്റ്റീവ്. എന്നാ അതെന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. ചേച്ചി, ഞാൻ ചേച്ചിക്ക് ഒരു അഡ്വൈസ് തരാം. അതായത് ഒരു തത്വമാണത്. അത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു സീനിയർ എനിക്ക് പറഞ്ഞു തന്നെയാണ്. നമ്മള് ഈ വാലന്റൈൻസ് ഡേ, ബർത്ത്ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ആ ഡേ ഈ ഡേ, ഇതെല്ലാം ലോക കമ്പോളത്തിന്റെ ഒരു കളികളാണ്. ആ കളികളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല. എങ്ങനെ? എന്താ ചേച്ചി ചിരിക്കണേ? അല്ല, മോന്റെ കഴിഞ്ഞ വാലന്റൈൻസ് ഡേ എങ്ങനെയായിരുന്നു? അത് ഈ കൂടെയുള്ളവരുടെ സന്തോഷമല്ലേ ചേച്ചി നമ്മുടെ സന്തോഷം. ഓ, കൂടെയുള്ളവരുടെ സന്തോഷമൊക്കെ വലിയ സന്തോഷം. നമ്മുടെ സന്തോഷം കാണാനൊന്നും ഇവിടെ ആരുമില്ല. അത് കൂടെ ഉള്ളവർ, ഇത് കൂടെ പിറപ്പ്, വ്യത്യാസമുണ്ട്. വ്യത്യാസം എടാ, ആ പാർട്ടിക്ക് പോയപ്പോഴേ ആ വൈഷ്ണവി എന്റെ അടുത്ത് ചോദിക്കുക, ലച്ചു നിന്നെ തവിട് കൊടുത്ത് മേടിച്ചാണോന്ന്. അങ്ങനെ ചോദിച്ചാ? ആ ചേട്ടാ, തവിട് കൊടുത്ത് ആളെ മേടിക്കാൻ പറ്റൂ? ഓടി മേടിക്കാൻ പറ്റും. ഇത് ഒരു 5-6 പേരെ മേടിക്കണ നീ? ഇല്ല. നിന്നെ റബ്ബർ ഷീറ്റ് കൊടുത്താണ് മേടിച്ചത്. എത്രയില്ല? എന്നെ നോക്കണ എന്തിനാ? പറഞ്ഞു കൊടുക്ക്. പറ. അതെ, പിള്ളേരൊക്കെ വലുതായി വായ വെച്ച് മിണ്ടാതിരിക്കണയാണ് നല്ലത് കേട്ടാ. എന്തായാലും ഞാൻ കുറെ നാളത്തേക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാൻ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇവരൊക്കെ ഓരോന്നൊക്കെ ആഘോഷിക്കും, ബർത്ത്ഡേ കല്യാണം അതൊക്കെ, എന്നിട്ട് സ്റ്റാറ്റസ് ഇടും. അതൊക്കെ കണ്ട് വിഷമിക്കാൻ ഞാനും. അത് തന്നെ, നമ്മളെന്തിനാണ് അങ്ങനെ അവരാഘോഷിക്കണമെന്നും കണ്ട് നമ്മളങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമില്ല ചേച്ചി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട. ഞാൻ ഒന്ന് കൊടൈക്കനാല് വരെ പോയി ഒന്ന് അടിച്ചു പൊളിച്ച് വരുമ്പോൾ തന്നെ ചേച്ചി ഫ്രഷ് ആവും. പോയിട്ടോ. പൈസ ഞാൻ പറഞ്ഞല്ലോ എന്റെ പൈസ കിട്ടൂലെന്ന്. നമുക്ക് അടുത്ത ബർത്ത്ഡേ ഗ്രാൻഡ്. ആദ്യം പോയി എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ചിട്ടോ ചെല്ലു. അത് സിമ്പിൾ അല്ലേ? എന്തായാലും ഒരു വർഷത്തെ ഒരു ബർത്ത്ഡേ അല്ലേ ചേച്ചി കാണുമോ? നമുക്ക് അതുപോലെ ഓർമ്മയില്ലല്ലോ എന്നാണ് പറഞ്ഞു വരണത്. എന്നിട്ട് ചേച്ചിയാണ്, ചേച്ചി സ്നേഹിക്കും, ചേച്ചിനെ അതാണ്, ചേച്ചി ഇതാണ്. പോടാ ഒന്ന് എണീറ്റ് മനുഷ്യ ദേഷ്യം പിടിപ്പിക്കാണ്ട്. ക്ലൂ വേണ്ട, പൈസയെല്ലാം തരാൻ പറ്റുമോ ഒന്ന് ടൂർ പോവാൻ? ചേച്ചി എന്തോ അടുത്ത് ചേച്ചി, ശരിക്കും ചേച്ചിയുടെ ബർത്ത്ഡേ എന്നാ? പാറു, നീ പോയ മനുഷ്യർ ദേഷ്യം പിടിപ്പിക്കാണ്ട്. ഡിസംബർ 31. നമുക്ക് അത്ര നിർബന്ധമാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലുള്ള ഫണ്ട് തരാം, ബാക്കി നിങ്ങൾ കയ്യിൽ നിന്നിട്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഒപ്പിച്ചു തരാം. ഓ, അതിനകത്തന്നെ പറ്റൂല. എന്നിട്ട് ഞാൻ വരണം വിളിച്ചോണ്ടിരി. വെച്ചിട്ട് പോയേ നീ ചുമ്മാ ബാക്കിയുള്ളവനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ ഐഡിയ നടക്കുവോ? പിന്നെ പോടാം. ചേട്ടാ, പൈസ കിട്ടിയാ? ഇല്ല മക്കളെ, പറഞ്ഞിട്ടില്ല. നിന്റെ വല്ല പോക്കറ്റ് മണി ഇരിപ്പുണ്ടാ? എന്റെ എവിടുന്നാ ചേട്ടാ പൈസ? ലച്ചേച്ചി പൈസ തന്നേനടി. ബർത്ത്ഡേക്ക് പോയതാണ് ഇതിനെല്ലാം കാരണം. പാവം ലച്ചേച്ചി, ഇത്രയും നാളെന്താ നിങ്ങള് ലച്ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാഞ്ഞ്? അത് സംഭവം ചേച്ചിയുടെ ബർത്ത്ഡേ ആകുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും വലിയൊരു വള്ളി വന്നും കയറും. ഞങ്ങളെല്ലാം കൂടെ ആ വള്ളിയുടെ പുറകെ പോകും. ചേച്ചിയുടെ ബർത്ത്ഡേ അതിനകത്ത് മുങ്ങിപ്പോകും. പിന്നെ ചേച്ചി അതിനെ വലുതായിട്ട് ഇതുവരെയും പരാതി പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളങ്ങനെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പറയട്ടാ? പറയടി. ചേട്ടൻ ടൂറിന് പോകണ്ട, അത്രേ.
ഞാൻ ഈ നിക്കണ കളിക്കാൻ ഞാൻ കഴിക്കണ്ടെന്ന് തലകടിച്ചു ഓർറി. അവള് വന്നേക്കണം, അവള് വലിയ ഐഡിയ കൊണ്ട്. ഞാൻ പറയുന്ന കേക്കോ? ഇത്ര നേരം കേട്ടോണ്ടിരുന്നില്ല, പറ. ഞാൻ ഐഡിയ ഒക്കെ പറയാം, പക്ഷെ കമ്മീഷൻ തരണം. ഉമ്മ ബിൽഡപ്പ് ചെയ്യാൻ നശിപ്പിക്കാൻ നീ കാര്യം പറയണുണ്ടോ? ചേട്ടൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇരിപ്പുണ്ടോ? ടൂർ പോകാനുള്ള കുറച്ച് പൈസ ഇരിപ്പുണ്ട്, ബാക്കി കുറച്ച് പൈസ ഇല്ല. അതാണ് ഞാൻ പറഞ്ഞ ഫണ്ട് ഷോർട്ടേജ്, അതാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കണത്. ആ പൈസ വെച്ച് ചേട്ടൻ ലച്ചി ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷിക്കണം. ബർത്ത്ഡേ ആഘോഷിക്കണോന്ന് ചേച്ചിയുടെ. എടി ചേച്ചിയുടെ ബർത്ത്ഡേ എപ്പോഴും അല്ലേ? ഇപ്പോഴൊന്നും അല്ലല്ലോ, കുറെ കഴിയൂല്ലേ. എനിക്ക് പോകേണ്ടത് ഈ ആഴ്ചയാണ് കൊടൈക്കനാല്. അപ്പൊ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷിക്കണേ? അതാണ് ഞാൻ പറയുന്നത്. ചേട്ടൻ ഒരു ബുദ്ധിയില്ല. ഒന്നാമതേ കനിയെടുത്തിരിക്കുകയാണ്, ഇനി ചൊറിയാനും കൂടെ വരില്ല കേട്ടല്ലേ. ചേട്ടാ, എന്തിനാണ് ചേച്ചി ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? അത് ബർത്ത്ഡേ ആയതുകൊണ്ട് അല്ല, ആൾക്കാരെ കാണിക്കാൻ അല്ലേ? ഈ സ്റ്റോറിയുടെ സ്റ്റാറ്റസിലൊക്കെ ആണല്ലോ. പിന്നെ എപ്പോ സെലിബ്രേറ്റ് ചെയ്താലും എന്താ? ഈ നീ പറഞ്ഞു പറഞ്ഞത് അത് തന്നെ ഏട്ടാ. അതായത് ഞാൻ ഇപ്പൊ എന്റെ ഇരിക്കുന്ന കാശെടുത്തിട്ട് നമ്മുടെ ലച്ചേച്ചിയുടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിക്കണ്. അപ്പോ ലച്ച ചേച്ചിക്ക് സന്തോഷം. അപ്പൊ പിന്നെ ഞാൻ എത്ര കാശ് ചോദിച്ചാല് തരും. ഇത് കൊള്ളാല്ല. അത്രേ ഉള്ള കാര്യം. ഇത്രയും കിടോ ഐഡിയ വെച്ചിട്ടാണ് ഇത്ര തന്നെ ഫ്രണ്ട് വന്നിങ്ങനെ നിന്നേ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.